ആഫ്റ്റർ മാരേജിനെ കുറിച്ച് ടെൻഷൻ അടിക്കുന്ന ഒരുപാട് ആളുകളുണ്ട്. അതായത് ഒരു കല്യാണം എന്നൊരു തോട്ടിനെ കുറിച്ച് ചിന്തിച്ച് തുടങ്ങുന്ന സമയത്ത് ഒരു 70-80% ആളുകളും ആഫ്റ്റർ മാരേജിന്റെ ലൈഫ് ആലോചിച്ച് ടെൻഷൻ അടിക്കും. പോയിന്റ് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ ടെൻഷൻ അടിക്കുന്നത് കംപ്ലീറ്റ് ആഫ്റ്റർ മാരേജിൽ എങ്ങനെയാവും അവരുടെ ജീവിതം ഉണ്ടാവുക, വിചാരിച്ച പോലെ അല്ലെങ്കിലോ, അതായത് കംപ്ലീറ്റ് അവർ അല്ലെങ്കിലോ എന്നൊരു പോയിന്റ് വെച്ചിട്ടാണ് ആലോചിക്കുക. എനിക്ക് അങ്ങനെ അല്ലെങ്കിലോ, എനിക്ക് ഇങ്ങനെ അല്ലെങ്കിലോ, ഞാൻ വിചാരിച്ചതുപോലെ അല്ലെങ്കിലോ, എൻ്റെ പാർട്ട്ണർ ഇങ്ങനെ അല്ലെങ്കിലോ, എൻ്റെ ലൈഫ് ഇങ്ങനെ എണ്ണിയാലൊടുങ്ങാത്ത അല്ലെങ്കിലോ വെച്ച് ടെൻഷൻ അടിച്ചു കൂട്ടുന്ന ഒരുപാട് ആളുകളുണ്ട്. ഞാൻ ഇവരോടൊക്കെ ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്. ലൈക്ക് പേഴ്സണലി എന്നോട് പല ആളുകളും ഇങ്ങനത്തെ കാര്യങ്ങൾ ഷെയർ ചെയ്യുമ്പോൾ ചോദിക്കുമ്പോൾ ഞാൻ അവരോടൊക്കെ തിരിച്ചു ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്. നിങ്ങൾ ഇതൊക്കെ ആലോചിക്കുന്നത് അല്ലെങ്കിലോ എന്നൊരു വേർഡ് വെച്ചിട്ടല്ലേ? എന്തുകൊണ്ട് നിങ്ങൾ ഇതിന്റെ മറ്റേ സൈഡ് ആലോചിക്കുന്നില്ല, അല്ലെങ്കിൽ പോസിറ്റീവ് സൈഡ് ആലോചിക്കുന്നില്ല? അതായത് ഞാൻ വിചാരിച്ചതിനേക്കാൾ നല്ല രീതിയിലാണെങ്കിലോ, എൻ്റെ പാർട്ട്ണർ ഞാൻ ഉദ്ദേശിക്കുന്നതിനേക്കാൾ നല്ല രീതിയിലാണെങ്കിലോ, എനിക്ക് കിട്ടാൻ പോകുന്ന ജീവിതം വളരെ നല്ലതാണെങ്കിലോ, ലൈക്ക് അതെന്തുകൊണ്ട് ആണെങ്കിലോ എന്ന രൂപത്തിൽ പോസിറ്റീവായിട്ട് ചിന്തിക്കുന്നില്ല? ലൈക്ക് ആണെങ്കിലോ എന്ന വേർഡ് നെഗറ്റീവായിട്ടും ചിന്തിക്കാം. പക്ഷെ ഞാൻ ചോദിക്കുന്നത്, എന്തുകൊണ്ട് ഈ നെഗറ്റീവായിട്ട് ചിന്തിക്കുന്ന ആളുകൾ അതിന്റെ പോസിറ്റീവ് വശം ആലോചിക്കുന്നില്ല? അതെന്തുകൊണ്ടാണ്? കാരണം ഇവർക്ക് ചുറ്റുമുള്ള ആളുകൾ പറഞ്ഞു കൊടുക്കുന്ന കാര്യങ്ങളാണ് ഇവരെ ഇൻഫ്ലുവൻസ് ചെയ്യിപ്പിക്കുന്നത്. ആഫ്റ്റർ മാരേജിൽ ഇതൊക്കെ മാറേണ്ടി വരും, ഇത് അങ്ങനെയല്ല, ഇത് ഇങ്ങനെയാണ്. ലൈക്ക് പല ആളുകളും അവരുടെ എക്സ്പീരിയൻസ് അഭിപ്രായങ്ങളായിട്ട് ഇങ്ങനെ സംഭവിക്കൂ എന്ന രീതിയിൽ പറയുമ്പോഴാണ് കേൾക്കുന്ന ആളുകൾക്ക് ടെൻഷൻ വരുന്നത്. അവർ ഓവർ തിങ്കിങ് ചെയ്യാൻ തുടങ്ങും. സീരിയസ്ലി ഗൈസ്, എല്ലാവരുടെ ലൈഫും ഒരുപോലെ ആണോ? മറ്റൊരാൾക്ക് അങ്ങനെ ഒരു ജീവിതം കിട്ടി എന്ന് വിചാരിച്ചിട്ട് നമുക്ക് അങ്ങനെ കിട്ടണമെന്നുണ്ടോ? ഈവൻ അതൊരു പോസിറ്റീവ് ആണെങ്കിൽ പോലും. ലൈക്ക് നെഗറ്റീവ് മാത്രമേ എല്ലാവരും എടുക്കാൻ തയ്യാറാകുന്നുള്ളൂ. നമ്മുടെ നാട്ടിൽ എത്രയോ ആളുകൾക്ക് ആഫ്റ്റർ മാരേജിൽ നല്ല ബ്യൂട്ടിഫുൾ ലൈഫ് കിട്ടിയിട്ടുണ്ട്. എന്തുകൊണ്ടാണ് അത് ആരും ആക്സെപ്റ്റ് ചെയ്യാത്തത്? എനിക്ക് അങ്ങനെ ആണെങ്കിലും എന്നൊരു തോട്ട് വരാത്തത് എന്താ? ലൈക്ക് ശരിക്കും നമ്മളൊന്നും എക്സ്പെക്ട് ചെയ്യരുത്. ഞാൻ ഓൾറെഡി പറയുന്ന ഒരു കാര്യമാണ്, നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്ന സമയത്ത് എക്സ്പെക്ടേഷൻ ആയിട്ട് മീറ്റ് ചെയ്യാൻ പറ്റാതാകുമ്പോഴാണ് നമുക്ക് പ്രശ്നങ്ങൾ വരാം. പക്ഷെ ചില ആളുകളുണ്ട്, അവര് എന്തൊക്കെ നമ്മൾ പറഞ്ഞു കഴിഞ്ഞാലും അവര് എന്താ പറയാ, ഇമാജിനേഷനും ഓവർ തിങ്കിങ്ങും അവസാനിപ്പിക്കൂല. അങ്ങനെയുള്ള ആളുകൾ, നെഗറ്റീവ് ആലോചിക്കുന്ന ആളുകളോടാണ് എനിക്ക് പറയാനുള്ളത്. ഞാൻ എന്തൊക്കെ പറയാൻ നോക്കിയപ്പോൾ, ഞാനെന്നല്ല ആരൊക്കെ എന്തൊക്കെ പറയാൻ നോക്കി കഴിഞ്ഞാലും നിങ്ങൾ ആലോചിച്ച് കൂട്ടുന്നതിന് നിങ്ങളൊരു ബ്രേക്ക് കൊടുക്കുക പോലുമില്ല. നിങ്ങൾ വീണ്ടും ഇങ്ങനെ ആലോചിച്ച് കൂട്ടും. സോ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, നിങ്ങൾ ആലോചിച്ചോളൂ, ഓവർ തിങ്കിങ് ചെയ്തോളൂ, അതിന് യാതൊരു പ്രശ്നമില്ല. പക്ഷെ ആലോചിക്കുമ്പോൾ അതിന്റെ പോസിറ്റീവ് സൈഡ് ആലോചിക്കാൻ പരമാവധി നോക്കാം. ഇല്ല, അല്ലെങ്കിലോ, അങ്ങനെ അല്ലെങ്കിലോ എന്ന് നെഗറ്റീവ് ആലോചിക്കുന്നതിന് പകരം എനിക്ക് അങ്ങനെ ആണെങ്കിലോ, എനിക്ക് ഇങ്ങനെ ആണെങ്കിലോ എന്നൊന്ന് ആലോചിച്ച് നോക്ക്. അത് അറ്റ്ലീസ്റ്റ് ഒരു സമാധാനെങ്കിലും തരും. മറ്റേത് നടക്കാൻ പോകുന്നത് എന്താണെന്ന് ഒരു ഐഡിയ ഇല്ലാതെ നിങ്ങൾ എന്തിനാണ് അതിനെക്കുറിച്ച് ആലോചിച്ച് ടെൻഷൻ അടിക്കുന്നത്? നെഗറ്റീവ് ആലോചിച്ച് എന്തിനാണ് ടെൻഷൻ അടിക്കുന്നത്? വാട്ട് ഇഫ് നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നതിനേക്കാൾ ബ്യൂട്ടിഫുൾ ലൈഫ് ആണെങ്കിലോ നമുക്ക് കിട്ടുന്നത്? മാഷാ അല്ലാഹ്, അല്ലെ? ഇൻഷാ അല്ലാഹ് അങ്ങനെ കിട്ടട്ടെ. സോ നെഗറ്റീവ് കാര്യങ്ങൾ ഓവർ തിങ്കിങ് ചെയ്യുന്ന ആളുകളോട് എനിക്ക് പറയാനുള്ളത്, നിങ്ങൾക്കൊരു ചാൻസ് ഉണ്ട്. എന്ത്? പോസിറ്റീവ് സൈഡും ഓവർ തിങ്കിങ് ചെയ്യാൻ. ഇനി നിങ്ങൾ തന്നെ ആലോചിച്ച് നോക്ക്, നെഗറ്റീവ് കാര്യങ്ങൾ ഓവർ തിങ്കിങ് ചെയ്ത് ഡൗൺ ആവണോ, പോസിറ്റീവ് കാര്യങ്ങൾ ഓവർ തിങ്കിങ് ചെയ്ത് ഹാപ്പി ആവണോ? ലൈക്ക് ഇതിപ്പം മാരേജ് കേസ് മാത്രമല്ല, ലൈഫിൽ എല്ലാ കാര്യങ്ങളും എടുക്കുകയാണെന്നുണ്ടെങ്കിലും ഈ ഒരു ലൈന് നമുക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും. എന്തിനാ നമ്മൾ ഓവർ തിങ്കിങ് ചെയ്യുമ്പോൾ നെഗറ്റീവ് ആലോചിച്ച് താഴോട്ട് പോകുന്നത്? പോസിറ്റീവ് ആലോചിച്ച് നമുക്കത് പിടിച്ചു തന്നൂടെ? തിങ്ക് അബൌട്ട് ഇറ്റ്.